ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 46,919 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു 141 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 47,060 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 47,245 എന്ന ഉയരം രേഖപ്പെടുത്തി പിന്നീട് ലോ ടെസ്റ്റ് ചെയ്ത് 46,723 എന്ന ലെവലിലാണ്. 522 പോയിന്റോളം മൂവ്മെന്റ് തന്ന ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരു -151 പോയിന്റ് ലെവലിലാണ്. ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഒരു -151 പോയിന്റ് കുറവിലാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 46,768 എന്ന ലെവലിലാണ്. അപ്പോൾ ഇത്രയും മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസം ഇന്നലത്തെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവാം എന്ന് പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ 47,031 എന്ന ലെവലിലായിരുന്നു നമ്മുടെ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്. അതുപോലെ തന്നെ 46,662 എന്ന ലെവലിൽ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. അതിനിടയിൽ നമ്മുടെ ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഈ ക്യാൻഡിലായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മുടെ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിന് മുകളിലാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു സെല്ലിംഗ് ഉണ്ടായി. നമ്മുടെ ബ്ലാക്ക് ലൈൻ ലെവൽ ടെസ്റ്റ് ചെയ്ത് അവിടെ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഇവിടുന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് തന്നു. ചെറിയ പോയിന്റുകൾക്ക് മാത്രം ഓപ്പണിംഗ് ക്യാൻഡിലിനേക്കാൾ ഒരു ഉയരം രേഖപ്പെടുത്തിയെങ്കിലും അതൊരു ശരിയായ കൺവിക്ഷൻ അല്ല. ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം എന്നാണ് ഞാൻ കണക്കാക്കാറ്. എന്നാൽ ഇത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ പിന്നീട് കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഈ ഏരിയയിൽ നിന്നുകൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിച്ച് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയെങ്കിൽ ആദ്യം ലഭിച്ച ഒരു മൂവ്മെന്റിൽ ടാർഗറ്റ് കവർ ചെയ്യാതെ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ തരത്തിൽ മൂവ് ചെയ്തപ്പോൾ സ്റ്റോപ്പ് ലോസ് ഈ ലെവലിലോട്ട് മാറ്റി വച്ചവർക്ക്, അങ്ങനെ നമ്മൾ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ചെറിയ ലോസിൽ എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ തുടർന്നുണ്ടായ ഒരു ഫാളിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇവിടെ നമുക്ക് വളരെ ഭീകരമായ ഒരു സെല്ല് കിട്ടിയ ദിവസമാണ്. അതുകൊണ്ട് ഈ ഏരിയയിൽ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഈ ഡയറക്ഷനിലോട്ട് എത്തുമ്പോൾ ടാർഗറ്റ് കവർ ചെയ്യാം എന്ന് കരുതിയവർക്ക് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. അതല്ലാത്തവർക്ക് തീർച്ചയായും സ്റ്റോപ്പ് ലോസ്, ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഓർ മെയിൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ആയിട്ടുണ്ടാവാം, ലോസ് ഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുവരെ ഒരു പുതിയ ഉയരം നൽകിയതിനു ശേഷം നമ്മളുടെ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കരുതുന്ന ഡേയ്സ് ലോ ഹിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കരുതിയവർക്കോ തൊട്ടു മുകളിലുള്ള ഒരു റെസിസ്റ്റന്റ് ഏരിയ, അതായത് നമ്മൾ ടാർഗറ്റായി രേഖപ്പെടുത്തിയിരുന്ന ഏരിയ സ്റ്റോപ്പ് ലോസ് ആയി അടുത്തതായി കണക്കാക്കിയവർക്കോ തുടർന്ന് കിട്ടിയ മൂവ്മെന്റിൽ അതുവരെ നൽകിയ ലോ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ലൈനുകൾ ടച്ച് ചെയ്തു എന്ന ലെവലിലേക്ക് ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവാം. അവർക്ക് ലഭിച്ച ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മൾ കൃത്യമായും ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മളുടെ ട്രേഡ് ഒന്ന് പ്ലാൻ ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം ഉണ്ടാകുന്ന ഓപ്പണിങ്ങിൽ ഓപ്പണിംഗ് ക്യാൻഡിലുകളെ നമ്മളുടെ പ്ലാനുമായിട്ട് ഒന്ന് തട്ടിച്ചുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഏത് ദുഷ്കരമായ മൂവ്മെന്റിലും അഥവാ എന്ത് ന്യൂസ് വന്നാലും ആ ന്യൂസിനനുസൃതമായി നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം. ഡ്രൈവിംഗ് നമ്മൾ നന്നായി ശീലിച്ചാൽ ഏത് മോശം റോഡിലൂടെയും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്നതുപോലെ തന്നെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിയുക, നമ്മൾക്ക് എങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ കഴിയാം എന്നൊന്ന് പരിശോധിക്കാം. 47,098 എന്ന ലെവലിലാണ് നമ്മൾ
ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 46,662 എന്ന ലെവലിൽ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 46,713, 47,006 എന്ന ലെവലുകളിലായി നമ്മൾ ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ട്രേഡിംഗ് ദിനത്തിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ ഒരു 15 മിനിറ്റിന്റെ ഒരു കൺവിക്ഷൻ ക്യാൻഡിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഇൻഡിക്കേഷൻ എങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും റെഡ് ലൈൻ എന്ന 46,662 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 47,000 ആണ്. അതൊരു ബിഗ് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് ആ ഏരിയ ഒരു വട്ടം ടാർഗറ്റ് കവർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. വീണ്ടും ഡിക്ലൈൻ കിട്ടി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ മാത്രം രണ്ടാമത് ഈ ഗ്രീൻ ലൈൻ ലെവൽ ടാർഗറ്റായി വെക്കുകയുള്ളൂ. എന്നാൽ 47,098 എന്ന ഗ്രീൻ ലൈൻ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് എന്നീ ക്യാൻഡിലുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരം തന്നെയാണ്. അതിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ഒന്നൊന്നായി ലഭിക്കും. പ്രൈസ് ലെവൽ അല്ലെങ്കിൽ പ്രൈസ് ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നു എന്ന് കണക്കാക്കും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ഏരിയയാണ് 47,367. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ്, 1 മിനിറ്റ്, 1 മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയുള്ളൂ. ഇനി ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡിൽ എൻ്റർ ചെയ്ത് ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ ഓർ ഗ്രീൻ ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ലോയാണ്. തുടർന്ന് റെഡ് ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവ്മെന്റിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തുടർന്നും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരമെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. 46,553, 46,309, 46,102 എന്നീ ലെവലുകളാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയാണ് എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം അതുവരെ നൽകിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. മറിച്ച് ഇവിടെ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രതീക്ഷിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വരുന്നു. അടുത്ത ദിവസവും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ തരുന്ന മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ലഭിക്കട്ടെ. അതുപോലെ തന്നെ കൂടുതലൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നു. നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ എന്നാൽ സാധ്യമാകും വിധം അതിന് ഒരു ക്ലാരിഫിക്കേഷൻ മറുപടി തന്നു പോകുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.